കീഴാറ്റൂരിലൂടെ തന്നെ ബൈപ്പാസ് റോഡ് വരും. ബൈപ്പാസിനായി ഏറ്റെടുത്ത ഭൂമിയുടെ അന്തിമ വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി. ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഉടമസ്ഥരോട് രേഖകളുമായി ജനുവരി 11 മുൻപ് ഹാജരാകാൻ നിർദ്ദേശം. അലൈൻമെന്റ് മാറ്റണമെന്ന ബിജെപിയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ദേശീയപാത നിയമത്തിലെ സെക്ഷൻ 3D അനുസരിച്ചുള്ള അന്തിമ വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയത്. ബിജെപി നേതാക്കൾ ഇനി കീഴാറ്റൂരിലേക്ക് വരേണ്ടെന്ന് സുരേഷ് കീഴാറ്റൂർ. അതേസമയം കീഴാറ്റൂരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബിജെപി ശ്രമിച്ചതെന്ന് പി ജയരാജൻ. ജനങ്ങളെ കബളിപ്പിച്ചതിന് ബിജെപി മാപ്പ് പറയണമെന്നും പി ജയരാജൻ. കീഴാറ്റൂർ സമരക്കാർക്ക് പാർട്ടിയിലേക്ക് തിരികെ വരാമെന്നും ജയരാജൻ പറഞ്ഞു. കീഴാറ്റൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനം 3G നിങ്ങൾക്ക് തന്നിട്ടുള്ള കോപ്പിയിൽ 3D എന്നാണുള്ളത്, അത് 3G. ആ വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചതിന് ബിജെപി നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറയണം. കീഴാറ്റൂരിൻ്റെ പേരിൽ CPM-നെതിരെ എന്തെല്ലാം പ്രചാരവേലകളാണ് ഇവർ നടത്തിയത് എന്ന കാര്യം നമ്മളൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. മാധ്യമങ്ങളിലൂടെയാണല്ലോ ഈ പ്രചരണം വന്നത്. ഇവിടെ കീഴാറ്റൂർ ബൈപ്പാസ് ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് വത്സൻ തില്ലങ്കേരി RSSന്റെ നേതൃത്വം തന്നെ നേരിട്ട് അവിടെ ഇടപെടുകയുണ്ടായി. അതുപോലെ തന്നെ അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം ഇടപെട്ടു. കീഴാറ്റൂർ ദേശീയപാത പ്രശ്നത്തിൽ പുതിയ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ 45 മീറ്റർ ആക്കണം എന്നത് കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സമവായത്തിലെത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ 45 മീറ്റർ വീതിയാക്കുന്നതിൻ്റെ ഭാഗമായി പട്ടണപ്രദേശങ്ങളിൽ വിവരങ്ങളുമായി സന്തോഷം ചേരുന്നുണ്ട്. സന്തോഷ്, അലൈൻമെന്റിൽ മാറ്റമില്ല എന്ന അന്തിമ വിജ്ഞാപനം വന്നതിന് പിന്നാലെയാണ് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പൂർണ്ണമായ വിശദീകരണം. പ്രിയ, കീഴാറ്റൂരിൽ ദേശീയപാതക്കായി സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം 3G വിജ്ഞാപനമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയത്. ഈ വിജ്ഞാപന പ്രകാരം ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമസ്ഥർ രേഖകളുമായി തഹസിൽദാരെ കണ്ട് നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങൾക്കായി നേരിട്ട് കാണണം എന്നാണ് ഈ വിജ്ഞാപനത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ വിജ്ഞാപനം പുറത്തു വന്നതോടുകൂടി കീഴാറ്റൂരിൽ ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെയും എല്ലാം തന്നെയും പൂർത്തിയായി. ഈ വിജ്ഞാപനം പുറത്തു വന്നതിന് പിന്നാലെയാണ് BJP നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഈ കീഴാറ്റൂർ ബൈപ്പാസിനെതിരെ സമരം ചെയ്ത വയൽക്കിളികളുടെ നേതാക്കൾ രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ കീഴാറ്റൂർ വിഷയത്തിൽ BJP വഞ്ചിച്ചുവെന്ന് വയൽക്കിളി നേതാക്കൾ പറഞ്ഞു. CPIM-നെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി BJP കീഴാറ്റൂരിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അക്കാര്യം മനസ്സിലാക്കാൻ വൈകി എന്നാണ് കീഴാറ്റൂരിലെ സമരക്കാർ പറഞ്ഞത്. മാത്രമല്ല, ഇനി ഒരൊറ്റ BJP നേതാക്കളും കീഴാറ്റൂരിലേക്ക് വരേണ്ടതില്ലെന്നും വയൽക്കിളികളുടെ നേതാവ് സുരേഷ് കീഴാറ്റൂർ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ എല്ലാ ഘട്ടത്തിലും BJPയുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമായിക്കൊണ്ടിരുന്നത്. ഈ കീഴാറ്റൂർ വിഷയത്തിൽ ഈ ജനവികാരം CPIM-നെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും തിരിച്ചുവിടാനാണ് BJP ശ്രമിച്ചത്. കേന്ദ്ര സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതല എന്നുള്ള വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് BJP ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ 3D നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ വയൽക്കിളി നേതാക്കളെ ഉൾപ്പെടെ ഡൽഹിയിൽ കൊണ്ടുപോകുകയും കേന്ദ്രം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും, താൽക്കാലികമായി നടപടികൾ മരവിപ്പിച്ചു എന്ന് BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനവും വൃഥാവിലായിരുന്നു, തെറ്റായ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച BJP നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPIM-നെ ഒതുക്കാമെന്നുള്ള ധാരണയിൽ ഒതുക്കുന്നതിനായി എല്ലാ തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികളും കീഴാറ്റൂരിൽ ഒന്നിച്ചിരിക്കുകയാണെന്നും ഏതായാലും വയൽക്കിളികൾ ഇനി സമരം അവസാനിപ്പിച്ച് ഈ വയൽക്കിളികൾ പിരിച്ചുവിടണമെന്നും പി ജയരാജൻ പറഞ്ഞു. മാത്രമല്ല, നേരത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും വയൽക്കിളികളുടെ ഭാഗമായിരുന്നു, അവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.
യുവതികളെത്തിയാൽ തടയുന്നതിനാണ് സമരക്കാർ ശ്രമിക്കുന്നതെന്ന് AG ഹൈക്കോടതിയിൽ. യുവതികളെത്തിയാൽ സംരക്ഷണം നൽകും, എന്നാൽ ഒരു യുവതിയെയും നിർബന്ധിക്കില്ല. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ഹൈക്കോടതിക്കും ഉത്തരവാദിത്തമുണ്ട്. പ്രതിഷേധം മൂലം ഒരു യുവതിക്കും ഇതുവരെ പ്രവേശിക്കാനായിട്ടില്ലെന്നും AG ഹൈക്കോടതിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, AG എന്തെല്ലാം കാര്യങ്ങളാണ് ശബരിമല വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? ശബരിമലയിൽ പോലീസ് അതിക്രമം നടത്തുന്നു എന്നാരോപിച്ചുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് സർക്കാരിന്റെ നിലപാട് AG ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. യുവതികൾ എത്തിയാൽ തടയുന്നതിനാണ് സമരക്കാർ അവിടെ ശ്രമിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചു. ഇത്തരത്തിൽ യുവതികൾ ആരെങ്കിലും എത്തിയാൽ അവർക്ക് സർക്കാർ സംരക്ഷണം നൽകും എന്ന നിലപാടും AG ഇന്ന് അറിയിക്കുകയുണ്ടായി. എന്നാൽ ഒരു യുവതിയെയും ഇക്കാര്യത്തിൽ നിർബന്ധിക്കില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഹൈക്കോടതിക്കും ഉത്തരവാദിത്തമുണ്ട് എന്നും AG ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രതിഷേധം മൂലം ഒരു യുവതിക്കും ഇതുവരെ അവിടെ പ്രവേശിക്കാനായിട്ടില്ല എന്നും അഡ്വക്കേറ്റ് ജനറൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നിരോധനാജ്ഞ ശബരിമലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് ഭരണഘടനാ ലംഘനമാണ് എന്ന തരത്തിൽ ഹർജിക്കാർ ഒരു വാദം ഉന്നയിച്ചിരുന്നു. അതിന് AG മറുപടി നൽകിയിട്ടുണ്ട്. നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ പോലീസിന് ആവശ്യപ്പെടാം എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചിരിക്കുന്നത്. ക്രമസമാധാനം തകരുമോ എന്ന് പറയാൻ പോലീസിന് മാത്രമാണ് അധികാരം എന്നും അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും തടയുകയാണ് എന്നും AG പറഞ്ഞു. അവർ പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് പോലീസിന്റെ പരിമിതികളെ സമരക്കാർ ഉപയോഗിക്കുകയായിരുന്നു എന്നും അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാട് കൂടി കേട്ട ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ ഒരു ഹർജിയിൽ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിൽ ഇത്തരത്തിലുള്ള പോലീസിന്റെ അതിക്രമം ആരോപിച്ചുള്ള ഹർജിയും ഒപ്പം അവിടുത്തെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികളാണ്. 20ഓളം ഹർജികളുണ്ട്. ആ ഹർജിക്കാരുടെ വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി കേട്ടിരുന്നു. ഇന്ന് ഇപ്പോൾ സർക്കാരിന്റെ വാദം അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. ഇതുകൂടി കേട്ട ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ഹൈക്കോടതിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് AG. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. 14ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കമായി. ആദ്യ ദിനമായ ഇന്ന് അന്തരിച്ച മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖിന് നിയമസഭ ചരമോപചാരം അർപ്പിച്ച് പിരിഞ്ഞു. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സഭയിൽ സംസാരിച്ച MLA ആയിരുന്നു അബ്ദുൾ റസാഖ് എന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അനുസ്മരിച്ചു. ആർക്കും ഏതു സമയവും സമീപിക്കാൻ കഴിയുന്ന പൊതുപ്രവർത്തകനായിരുന്നു അബ്ദുൾ റസാഖ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും. വർഗീയ ശക്തികളെ എതിർക്കാൻ മഞ്ചേശ്വരത്ത് ഒരു കോട്ട പോലെ പ്രവർത്തിച്ചയാളാണ് റസാഖ് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഭരണ പ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളും അബ്ദുൾ റസാഖിനെ അനുസ്മരിച്ച് സംസാരിച്ചു. നാളെ മുതൽ സഭയുടെ പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. പാർട്ടി നടപടി അംഗീകരിക്കുന്നതായി PK ശശി. പാർട്ടി അച്ചടക്കത്തിന് വിധേയനായി പ്രവർത്തിക്കും. തനിക്കെതിരെ ക്രിമിനൽ കുറ്റമില്ലെന്നും PK ശശി. എൻ്റെ ജീവിതം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമർപ്പിച്ചതാണ്. ആ പാർട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പാർട്ടി എന്നെ വളർത്തിയിട്ടുണ്ട്. പാർട്ടി എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടിക്ക് വിധേയമായി സ്വീകരിക്കുക എന്ന സമീപനമാണ് നാളിതുവരെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ ശൈലിയിലോ എൻ്റെ രീതിയിലോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് എൻ്റെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യം പരിപൂർണമായും ഞാൻ അംഗീകരിക്കും. ഒരു സംശയവും വേണ്ട. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും. കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ പ്രവർത്തിക്കും. പാർട്ടിയുടെ അച്ചടക്കത്തിന് പരിപൂർണമായും വിധേയനായിട്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുക. നോ ക്രിമിനൽ ഒഫൻസ്. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഓക്കെ. ജനതാദൾ എസ് നേതാവ് K. കൃഷ്ണൻകുട്ടി മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്ഭവനിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മാത്യു ടി തോമസ് രാജിവെച്ചതോടെയാണ് കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. മാത്യു ടി തോമസ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയാണ് K. കൃഷ്ണൻകുട്ടിക്ക് ലഭിക്കുക. ചിറ്റൂരിൽ നിന്നുള്ള MLA ആണ് മുതിർന്ന നേതാവായ K. കൃഷ്ണൻകുട്ടി. ആദ്യമായാണ് കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത്. വെള്ളിയാഴ്ച ബംഗളൂരുവിൽ ചേർന്ന JDS ദേശീയ നേതൃയോഗത്തിലാണ് മന്ത്രിമാറ്റത്തിൽ തീരുമാനമായത്. അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനം.
ശബരിമലയിലെ നിരോധനാജ്ഞയുടെ കാലാവധി 4 ദിവസം കൂടി നീട്ടിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. നിരോധനാജ്ഞയുടെ കാലാവധി നവംബർ 30-ാം തീയതി അർദ്ധരാത്രി വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധനാജ്ഞയുടെ കാലാവധി തിങ്കളാഴ്ച അർദ്ധരാത്രി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിരോധനാജ്ഞ വീണ്ടും നീട്ടിയത്. സന്നിധാനത്ത് നിന്നും ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, സന്നിധാനത്തെ അവസ്ഥ എന്താണ്? എങ്ങനെയുണ്ട് തിരക്ക്? പ്രിയ, കഴിഞ്ഞ ദിവസം അർദ്ധയാത്രയോട് തീർന്ന നിരോധനാജ്ഞ വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 4 ദിവസത്തേക്ക് കൂടിയാണ് നിരോധനാജ്ഞ പുതുക്കിക്കൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സംഘം ചേർന്ന് ശരണം വിളിക്കുന്നതോ സംഘമായി ശബരിമലയിലേക്ക് എത്തുന്നവർക്കും യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ തിരക്ക് സമാനമായ രീതിയിലെ തിരക്ക് ഇന്നും സന്നിധാനത്ത് അനുഭവപ്പെട്ടു. രാവിലെ ഏകദേശം 40,000-ഓളം തീർത്ഥാടകരാണ് ദർശനത്തിനായി നിന്നത്. ഉച്ചയ്ക്ക് കടുത്ത വെയിൽ അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ തീർത്ഥാടകരുടെ കയറ്റത്തിന് ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് പമ്പയിലെ സ്ഥിതിവിശേഷങ്ങൾ അനുസരിച്ച് കൂടുതൽ ഭക്തന്മാർ പമ്പയിലും നിലയ്ക്കലിലും തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് വൈകിട്ട് രാത്രിയോടുകൂടി കൂടുതൽ ഭക്തന്മാർ വലിയ തോതിൽ സന്നിധാനത്തേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെയും പോലെയും പ്രഹസനമായ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായി. ഭക്തജനങ്ങൾ ഇത് വകവയ്ക്കാതെ അവരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ ഭക്തി സംബന്ധമായ കാർമ്മിക വിഷയങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. വിരലനാവുന്നവരുടെ ഭക്തി പ്രതിഷേധങ്ങളാണ് നാമജപം എന്ന പേരിൽ ഇവിടെ ഇപ്പോൾ അരങ്ങേറുന്നത്. എന്തായാലും സന്നിധാനം പഴയ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. സമാധാനപരമായുള്ള തീർത്ഥാടന കാലം ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ശ്രമവും വിജയിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളരെ ആശങ്കയോടെ എത്തിയവർ എല്ലാം തന്നെ സന്തോഷത്തോടെ ദർശനത്തിന് ശേഷം മടങ്ങുന്ന അവസ്ഥയാണ് നിലവിൽ സന്നിധാനത്തുള്ളത്. പ്രിയ, ശരി, സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങളാണ് ലെസ്ലി നൽകിയത്. തീർത്ഥാടന കാലം 10 ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. KSRTCയും സർവീസുകൾ വർദ്ധിപ്പിച്ചു. നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് നീട്ടിയെങ്കിലും ഇത് തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല. ഗീവർഗീസിന്റെ റിപ്പോർട്ടിലേക്ക്. തീർത്ഥാടന കാലം 10 ദിവസം പിന്നിടുകയാണ്. തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. KSRTCയും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 200 ബസ്സുകളാണ് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നത്. ഇന്നലെ മാത്രമായി 764 സർവീസുകളാണ് KSRTC നടത്തിയത്. 50 ബസ്സുകളും അധികത്തിൽ സർവീസുകൾ നടത്താനാണ് ഇപ്പോൾ KSRTC തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നിലയ്ക്കലിൽ സുരക്ഷാ ചുമതലയുള്ളവർക്കും മാറ്റം വന്നിട്ടുണ്ട്. മുൻ തീരുമാനപ്രകാരമാണിത്. നിലവിൽ ഇവിടെ സുരക്ഷാ ചുമതലയുള്ള SP യതീഷ് ചന്ദ്രയ്ക്ക് പകരം S മഞ്ജുനാഥാണ് ഇവിടെ പുതിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. അതോടൊപ്പം തന്നെ പമ്പ മുതൽ നിലയ്ക്കൽ വരെ സുരക്ഷാ ചുമതലയുള്ള IG മനോജ് എബ്രഹാമിന് പകരം അശോക് യാദവ് ആയിരിക്കും പുതിയ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനിഷ്ട സംഭവങ്ങളോട് അനുബന്ധിച്ച് നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് നീട്ടിയെങ്കിലും ഇത് തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. ഈ മണ്ഡലകാലത്ത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത്. 1,00,000-ഓളം തീർത്ഥാടകരാണ് ഇന്നലെ എത്തിയത്. പമ്പയിൽ നിന്നും ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഉച്ചയായിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് പമ്പയിൽ തീർത്ഥാടകരുടെ തിരക്ക്? പ്രിയ, കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ഏതാണ്ട് 1,00,000-ലധികം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മോശമല്ലാത്ത രീതിയിലുള്ള തിരക്ക് നമുക്കിപ്പോഴും പമ്പയിലും മറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് രാവിലെ മുതൽ ഈ സമയം വരെ 30,000-ലധികം അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ പമ്പയിലും മറ്റും എത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ സന്നിധാനത്തിന് പോയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് കംപ്ലീറ്റ് നമുക്കിന്ന് ഒരു 12 മണി, രാത്രി 12 മണി വരെ സമയം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തായാലും 1,00,000-ലധികം അയ്യപ്പ ഭക്തർ എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത്. എന്തായാലും സമരങ്ങളും ഒന്നുമില്ലാത്ത 2-3 ദിവസം കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് മറ്റും എത്തിച്ചേരുന്നുണ്ട്. പമ്പയിലും മോശമല്ലാത്ത രീതിയിലുള്ള അയ്യപ്പ ഭക്തരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർക്ക് വേണ്ട ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ സന്നിധാനത്തും അതോടൊപ്പം തന്നെ പമ്പയിലും നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അയ്യപ്പ ഭക്തർക്ക് സുഗമമായിട്ട് ദർശനം നടത്തി മടങ്ങുന്നതിനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള സാധ്യതകളില്ലായിരുന്നു. ശക്തമായ തിരക്ക് കാരണം അയ്യപ്പ ഭക്തർക്ക് കൃത്യമായിട്ട് ദർശനം നടത്താനും മറ്റും സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. മാത്രമല്ല പോലീസിൻ്റെ വളരെ കൃത്യതയോടുകൂടിയുള്ള നിയന്ത്രണം കാരണം വളരെ സ്വസ്ഥമായിട്ടും സമാധാനത്തും കൂടി തന്നെ ദർശനം നടത്തി മടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ പമ്പയിൽ കാണാൻ സാധിക്കുന്നത്. ശരി, പമ്പയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഇടവേള.
CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബോംബെറിഞ്ഞ മോഹൻ മാസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. രൂപേഷ് വെള്ളയിൽ RSS കോഴിക്കോട് സിറ്റി ജില്ലാ കാര്യവാഹക് ഷിജിൻ കല്ലാച്ചി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും ബോംബെറിഞ്ഞവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മോഹൻ മാസ്റ്റർ പ്രതികരിച്ചു. ഇവിടെ യഥാർത്ഥ പ്രതികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സമഗ്രമായ നിലയിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണ രീതി ഇക്കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു. പോലീസ് അക്കാര്യത്തിൽ നല്ല ജാഗ്രത കാണിച്ചിട്ടുണ്ട്. ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളത് ഏതൊരു കുട്ടിക്കും എളുപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, CPM ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ 2 RSS പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മോഹൻ മാസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ കൂടി പറയുമ്പോൾ പ്രതികളെ കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഇവർക്ക് നോട്ടീസ് നൽകി ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DYSP ബിജു കെ സ്റ്റീഫൻ പറയുന്നത്. 2 പേരെയാണ് 4 പേരെ വിളിച്ചു വരുത്തിയിരുന്നെങ്കിലും P മോഹൻ മാസ്റ്റർ 2 പേരെ തിരിച്ചറിഞ്ഞു. ഈ 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച RSSന്റെ സിറ്റി ജില്ലാ കാര്യവാഹക് വെള്ളയിൽ സ്വദേശി രൂപേഷ്, ഒപ്പം കല്ലാച്ചി സ്വദേശി ഷിജിൻ എന്നിവരെ 2 പേരെയും മോഹൻ മാസ്റ്റർ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റു 2 പേരെ മോഹൻ മാസ്റ്റർ തിരിച്ചറിയാത്തതിനാൽ അവരെ തൽക്കാലം വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടിയായിരിക്കും പ്രതികളെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും 1.5 വർഷത്തിന് ശേഷമാണ് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് ആവുന്നത്. കഴിഞ്ഞ വർഷം 2017 ജൂൺ 9-നാണ് കോഴിക്കോട് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച് മോഹൻ മാസ്റ്റർക്ക് നേരെ ബോംബെറിഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഈ RSS സംഘം നടത്തിയത്. വധശ്രമം, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, അന്യായമായി സംഘം ചേരൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. മൊബൈൽ ലൊക്കേഷനും CCTV ദൃശ്യങ്ങളും തെളിവായി പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നു. മറ്റ് 2 പേരിൽ ഒരാൾ പുറമേരി സ്വദേശി നജീഷ് ആണ്. ഇയാൾ വിദേശത്താണ്. ഇപ്പോൾ അറസ്റ്റിലായ കല്ലാച്ചി സ്വദേശി ഷിജിനും ഈ അക്രമശേഷം കൊലപ്പെടുത്താനുള്ള ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം വിദേശത്തേക്ക് കടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം തിരിച്ചെത്തി പോലീസ് ഇയാളുടെ പുറകെ അന്വേഷിക്കുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നജീഷ് എന്ന് പറയുന്ന മറ്റൊരു RSS പ്രവർത്തകൻ, ഇയാൾ കൂടുതൽ കേസിൽ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും വിദേശത്ത് തന്നെയാണ്. ഇപ്പോൾ പിടിയിലായ 2 പേരിൽ ഒരാൾ നിലവിൽ കേസിലൊന്നും പ്രതിയല്ല. അതായത് RSSന്റെ സിറ്റി ജില്ലാ കാര്യവാഹക് രൂപേഷ് നിലവിൽ കേസുകളിലൊന്നും പ്രതിയല്ല. എന്നാൽ കല്ലാച്ചി സ്വദേശി ഷിജിൻ നാട്ടിലെ ചില അടിപിടി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. പിടികൂടാനുള്ള ഒരാൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പുറമേരി സ്വദേശിയാണ്. അദ്ദേഹം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇദ്ദേഹം വിദേശത്താണ്. എന്തായാലും ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൾ അദ്ദേഹം ഉണ്ട് എന്നും പറയുന്നുണ്ട്. P മോഹൻ മാസ്റ്ററുടെ മൊഴി അനുസരിച്ച് 5 പേരാണ് ഈ കൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ ഇവർ നൽകുന്ന വിവരം അനുസരിച്ച്, പ്രതികളിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 പേരാണ് ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് പറയുന്നത്. കല്ലാച്ചിയിൽ നിന്നും പുറമേരിയിൽ നിന്നും എത്തിയ 2 പേർ ഈ സിറ്റി ജില്ലാ കാര്യവാഹകിനൊപ്പം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഓഫീസിന് നേരെ ബോംബെറിയുകയും ജില്ലാ സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ആയിരുന്നു ഉണ്ടായിരുന്നത്. വലിയ കുഴക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. CPIM സ്വയം മെനഞ്ഞെടുത്ത ഒരു കഥയാണെന്ന് പോലും BJP സംഘം ഇത് പ്രചരിപ്പിക്കുന്ന ഒരു നിലയുണ്ടായി. 1 വർഷം 6 മാസം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ചിന്റെ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതികൾ 2 പേർ പിടിയിലായിരിക്കുന്നത്. 2 പേരെ കൂടി ഇനിയും പിടികൂടാനുമുണ്ട്. ശരി, വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. KM ഷാജിയുടെ കേസ് സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ജസ്റ്റിസ് AK സിക്രി, അശോക് ഭൂഷൺ, MR ഷാ എന്നിവരുടെ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഹൈക്കോടതി വിധിച്ച അയോഗ്യത സുപ്രീംകോടതി സ്റ്റേ ചെയ്താൽ ഷാജിക്ക് നാളെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം.
കേസിൽ തന്റെ ഭാഗം കേട്ട ശേഷമേ തീരുമാനമെടുക്കാവൂ എന്നാവശ്യപ്പെട്ട് ഷാജിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MP നികേഷ് കുമാർ കബീട്ട് നൽകിയിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകനായ ബി ഗിരിയാണ് കേസിൽ നികേഷിന് വേണ്ടി ഹാജരാവുക. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, കേസ് എപ്പോഴാണ് പരിഗണിക്കുന്നത്? പ്രിയ, ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു മണിയോട് കൂടി തന്നെ 3-അംഗ ബെഞ്ച് കോടതി പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിന് മുന്നേ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർ ആവശ്യപ്പെട്ടു, ഉടനെ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഉച്ചയ്ക്ക് ശേഷം തന്നെ എന്തായാലും 2 പുതിയ ഹർജികൾ പരിഗണിക്കുമെന്നാണ് AK സിക്രിയുടെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉച്ചഭക്ഷണം വേണ്ടി പിരിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ 10:30 കൂടി തന്നെ കോടതി നടപടികൾ എല്ലാം തന്നെ ആരംഭിച്ചു. പക്ഷെ നടപടികൾ ആരംഭിച്ചപ്പോൾ ആദ്യം കേസ് തമിഴ്നാട്ടിൽ നിന്നുള്ള കേസായിരുന്നു. ആ കേസ് നടക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നേരം ഒരു 2 മണിക്കൂറോളം ആ കേസ് നീണ്ടു നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കേസ് ഇത്ര സമയമെടുത്തത്. അല്ലെങ്കിൽ രാവിലെ 11 അല്ലെങ്കിൽ 11:30 കൂടി തന്നെ ഒരു പക്ഷേ ഈ KM ഷാജിയുടെ കേസ് ഹർജി പരിഗണിക്കുമായിരുന്നു. കാരണം 11ാമത്തെ കേസാണ് KM ഷാജിയുടേത്. എന്തായാലും AK സിക്രിയുടെ ബെഞ്ച് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൽ പിരിഞ്ഞതിന് മുന്നേ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പുതിയ 2 ഹർജികൾ പരിഗണിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഹർജികൾ തന്നെ ഒരു പക്ഷേ ഹർജി പരിഗണിച്ചേക്കാം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഈ കോടതിയുള്ളൂ. 2 മണിയോട് കൂടി തന്നെ മറ്റു കേസിന്റെ വാദ നടപടികൾ മുന്നോട്ട് പോകും. എന്തായാലും ഒരു 3 മണിയോട് കൂടി തന്നെ എന്തായാലും KM ഷാജിയുടെ കേസ് ഒരുപക്ഷെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ 3 മണിയാവുമെന്നാണ് കോടതി നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും KM ഷാജിക്ക് ഇന്ന് നടന്ന 14ാമത്തെ സമ്മേളനത്തിൽ എന്തായാലും നിയമസഭാ സമ്മേളനത്തിൽ 13ാം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തായാലും നാളെയെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കണമെങ്കിൽ ഈ പറയുന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് നൽകണം. അതിനു വേണ്ടിയാണ് അത് ഉടനെ തന്നെ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പരിഗണിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് മുന്നേ തന്നെ മെൻഷൻ ചെയ്തത്. കാരണം കോടതിക്ക് ഇയാൾക്ക് വേണ്ടി ഹാജരാക്കുന്ന KM ഷാജിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇനി പരിഗണിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും പരിഗണിച്ചേക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2 ഹർജികൾ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും നിരവധി ഹർജികൾ എന്തായാലും ഈ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. 3-അംഗ ബെഞ്ചാണ് ഷാജിയുടെ കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ആയിരിക്കുന്ന AK സിക്രി, അതുപോലെ തന്നെ അശോക് ഭൂഷൺ, MR ഷാ എന്നിവരുടെ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും കോടതി നടപടികൾ ഇനി 2 മണിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ. പ്രിയ, ശരി, വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. സ്പോർട്സ്.